ഇത് നമ്മൾ ആക്രിക്കടയിൽ നിന്ന് 250 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇതൊന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്കിയാലോ. ആദ്യം തന്നെ W40 അഴിച്ച് തുരുമ്പ് കളഞ്ഞ് സ്ക്രൂ അഴിച്ചെടുക്കാം. ബോഡി ഊരിയ ശേഷം നമുക്ക് ഓരോ പാർട്സായിട്ട് ഇനി ഊരി മാറ്റാം. ഇനി ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആർമേച്ചർ പതുക്കെ പുറത്തെടുക്കാം. പുറമേ നോക്കിയിട്ട് കോയിലും കാര്യങ്ങളും ഒന്നും കത്തിപ്പോയതായിട്ട് തോന്നുന്നില്ല. ഇനി നമുക്ക് ബാക്കി ഓരോ പാർട്സായിട്ട് അഴിച്ചു മാറ്റാം. ഇനി നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടിന്യൂറ്റി മോഡ് ഇട്ട് സ്വിച്ചിൻ്റെ ഓരോ കണക്ഷനും വർക്കിംഗ് ആണോ എന്ന് നോക്കാം. സ്വിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സ്വിച്ചിന് തന്നെയാണ് കംപ്ലൈൻറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പാർട്സും നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാം. ഇനി ആർമേച്ചറിൻ്റെ ബ്രഷ് വന്ന് മുട്ടുന്ന ഭാഗം ഒരു എമരി പേപ്പർ എടുത്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി കൊടുക്കുക. ഇതിലെ ബെയറിങ്ങിനുള്ളിലെ തുരുമ്പും കാര്യങ്ങളും പോകാൻ നമ്മൾ കുറച്ച് W40 അടിച്ച് ഫ്രീ ആക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അഴിച്ചു വെച്ച ബോഡി നമ്മൾ സോപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഫീൽഡ് കോയിൽ ഉറപ്പിച്ച് അതിനുശേഷം ആർമേച്ചർ കൂടി ഉറപ്പിച്ച് കൊടുക്കാം. ഇതിലെ പഴയ സ്വിച്ച് മാറ്റി നമ്മളൊരു പുതിയ സ്വിച്ചും 2 ബ്രഷും കൂടി വാങ്ങിയിട്ടുണ്ട്. പഴയ ബ്രഷിന് കുഴപ്പമില്ലായിരുന്നു, എന്നാലും മാറുന്നത് നല്ലതെന്ന് തോന്നി. ഇനി പഴയ സ്വിച്ചിലെ ഓരോ കണക്ഷനും മാറാതെ തന്നെ പുതിയ സ്വിച്ചിലോട്ട് കൊടുത്തെടുക്കാം. സ്വിച്ചിൻ്റെ കണക്ഷനെല്ലാം കൊടുത്തതിന് ശേഷം നമുക്കിതിൽ AC കോഡ് വയറും കൂടി കൊടുത്തെടുക്കാം. ഇത് ഞാൻ ആക്രിക്കടയിൽ നിന്ന് തന്നെ എടുത്ത ഒരു സ്റ്റേബിലൈസറിൻ്റെ AC കോഡ് വയറാണ്. ഈ വയറിലെ എർത്ത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിലെ ന്യൂട്രും ഫേസും സ്വിച്ചിലോട്ട് മാറിപ്പോകാതെ തന്നെ കൊടുത്തെടുക്കുക. സ്വിച്ചിലോട്ട് വരുന്ന ഒരു വയറ് നീളക്കുറവായിരുന്നു, അപ്പോൾ ഞാനത് സോൾഡർ ചെയ്ത് ഒരു സ്ലീവും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. സോൾഡർ ചെയ്ത വയറ് കൂടി സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത വയറിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഓരോ വയറും മുറിയാതെ തന്നെ സ്വിച്ച് കൂടി നമുക്ക് ഉറപ്പിച്ചെടുക്കാം. AC കോഡ് വയർ വലിയാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ലോക്കും കൂടി ഇട്ട് സ്ക്രൂ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇതിനി കറണ്ടിൽ കുത്തി സ്വിച്ച് ഓണാക്കി നോക്കാം വർക്കിംഗ് ആണോ എന്ന്. ഇതാ കണ്ടോ, മിഷൻ ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 250 രൂപയുടെ സാധനം ഇപ്പോൾ പുത്തൻ മിഷൻ പോലെയായി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സ്വന്തം കോട്ടയം കില്ലാടി മേക്കർ. അപ്പോൾ ശരി, പോയേക്കാം.